ഉഴുന്ന് ചേർക്കാതെ എളുപ്പത്തിൽ രാവിലെ 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ദോശയുടെ റെസിപ്പി നോക്കാം. അതിനായി 1/2 കപ്പ് അവിലാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അവിൽ നമുക്ക് 1-2 വെള്ളം നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയിട്ടെടുക്കണം. ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ അവിലാണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും. ഇതുപോലെ 2 വെള്ളം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ റവയെല്ലാം ഒന്നും കൂടെ ഒന്ന് കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. റവയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ദോശ നല്ല മൊരിഞ്ഞിരിക്കാനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ടോട്ടൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് വെള്ളവും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ലാസ്റ്റ് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉടനെ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്കിനി ദോശ തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു ദോശത്തവ സ്റ്റൗവിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ മാവൊഴിച്ച് നല്ല തിന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ഗീ റോസ്റ്റിനൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ നല്ല തിന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കണം. ഇനി മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ മുകൾ ഭാഗമെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ റെഡിയായി